ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു സിമ്പിൾ വെജ് ഫ്രൈഡ് റൈസും പിന്നെ പനീർ കറിയും നോക്കാം. ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ചെറിയ ഗ്ലാസ്സിൽ 3.5 ഗ്ലാസ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ കഴുകിയിട്ട് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ അത് സ്റ്റിക്ക് ആവാതിരിക്കാൻ നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാവേ. അപ്പോൾ ഇവിടെ നമ്മുടെ ബാസ്മതി റൈസ് നല്ലപോലെ ആവശ്യത്തിന് ഉള്ള വേവ് വന്നിട്ടുണ്ട്. ബാസ്മതി റൈസൊക്കെ നമുക്കൊരു 25-27 മിനിറ്റൊക്കെ വെച്ചാൽ അത് നല്ലൊരു മീൻസ് കറക്റ്റ് കുക്ക്ഡായിട്ട് കിട്ടുമേ. ഞാൻ കുറച്ചുകൂടെ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം പിള്ളേർക്കൊക്കെ കഴിക്കണമെങ്കിൽ അവർ നല്ലപോലെ കുക്കായാലേ കഴിക്കത്തുള്ളൂ. അല്ല സാധാരണ നമ്മൾ ഫ്രൈഡ് റൈസ് ഇങ്ങനെ ചെയ്യുന്ന പോലെ ചെയ്താൽ അവർ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ സമയം വെച്ചു. എന്നാലും നിങ്ങളൊക്കെ വെക്കുമ്പോൾ ഒരു 25 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ കറക്റ്റായിട്ട് ബാസ്മതി റൈസ് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ട രീതിയിൽ ആയി കിട്ടും. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് എടുത്തെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ സവാള, പിന്നെ ബീൻസ്, ക്യാരറ്റ്, പിന്നെ കുറച്ചുകൂടെ കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കോൺ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കതെല്ലാം കൂടെ ഒന്ന് വഴട്ടാൻ വെക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു. പിന്നെ ആദ്യം ഞാൻ സവാളയും പിന്നെ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവാൻ വെച്ചേ. അത് കഴിഞ്ഞിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്തത്. അതിലല്ലാതെ കട്ട് ചെയ്ത് ചേർത്തില്ല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്നിച്ച് തട്ടിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഓരോന്നിട്ട് കൊടുത്തില്ല, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്തു. നമ്മൾ ക്യാരറ്റും ബീൻസും പിന്നെ കോണും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് വെന്ത് കിട്ടും. എല്ലാം കൂടെ വഴറ്റി വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. കാരണം ഓറഞ്ച്, ഗ്രീന്, ഒരു മീൻസ് ഓണിയൻ്റെ ഓണിയൻ കളറ്, പിന്നെ യെല്ലോ കളർ എല്ലാം കൂടെ വഴറ്റി വന്നാൽ നല്ല രസമാണ്. അതുപോലെ പിള്ളേർ കാണുവാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും. കാരണം എല്ലാ കളറൂടെ വരുമ്പോൾ കളർഫുള്ളാണ്. അപ്പോൾ അതുകൊണ്ട് അവരാണെങ്കിലും കഴിക്കും. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയിട്ടുണ്ട്. വഴറ്റി കഴിഞ്ഞിട്ട് കായപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോയാ സോസും, പിന്നെ ഉപ്പ് കുറച്ച് പോരായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. അത് ചെറിയൊരു പുളിയൊക്കെ വരാൻ കുറച്ച് വിനീഗർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് കുക്കാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കായി വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മുടെ റൈസ് വെന്തിരിക്കുന്ന റൈസ് അതിലോട്ട് തട്ടിയിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസും വെജിറ്റബിൾസും എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടോ, എല്ലാം കളർഫുള്ളാണ്, നല്ല രസമുണ്ട് കാണാൻ. പിള്ളേരാണെങ്കിലും കഴിച്ചോളൂ, അവർക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സിമ്പിൾ വെജ് ഫ്രൈഡ് റൈസ് ആയിരുന്നു. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്നുള്ളത് അത് വെച്ച് നമുക്ക് ഒരു സിമ്പിൾ ഫ്രൈഡ് റൈസ് അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് പനീറിനെ നോക്കാവേ. നമ്മുടെ ഗരം മസാല പൊടിക്കുന്ന ഒരു ചെറിയ പാക്കറ്റിലെ കിറ്റ് പോലുള്ള കുഞ്ഞത് കിട്ടത്തില്ലേ, അതിനകത്തുള്ള ഐറ്റംസ് എല്ലാം കൂടെ കുറച്ച് എണ്ണ ചൂടായി കഴിഞ്ഞപ്പം ഇട്ട് കൊടുത്തു ഞാൻ. മീൻസ് ഗരം മസാല, പട്ട, ഗ്രാമ്പൂ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം കൂടെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ആദ്യം എണ്ണ ഒഴിച്ചൊന്ന് വഴറ്റി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് അരച്ച് വെക്കാവേ. അതപ്പോൾ അരച്ച് ഞാൻ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഗ്രേവി കുക്ക് ചെയ്യാൻ വീണ്ടും എണ്ണയ്ക്കകത്ത് കുറച്ച് പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കുരുമുളകൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് സവാള, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ച ഗ്രേവിയും കൂടെ അതിലിട്ടിട്ടുണ്ട്. അരച്ച് വെച്ച ഗ്രേവിയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കുക. തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീം ഏതായാലും കുഴപ്പമില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് തിളയ്ക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് നമുക്കതിലോട്ട് പനീർ ആഡ് ചെയ്ത് കൊടുക്കാവേ. പനീർ കുക്കാവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. നമുക്കത് ലാസ്റ്റ് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാൻ, കാരണം ആ ഗ്രേവി ഒന്നുകൂടെ ഒന്ന് വേവണം. എൻ്റെ കയ്യിൽ കസൂരി മേത്തി ഇല്ലായിരുന്നു, അതുകൊണ്ട് അത് ഇട്ടില്ല കേട്ടോ. ഉള്ളവർക്ക് അത് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ സിമ്പിൾ വെജ് ഫ്രൈഡ് റൈസും പനീർ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വെജ് ഫ്രൈഡ് റൈസും അതുപോലെ പനീർ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ, ടേക്ക് കെയർ.